ഇന്ന് രാവിലെ ഇക്കാടെ ഞാനും സ്കൂട്ടറിൻ്റെ പിറവിൽ കയറിയിരുന്ന് ഇങ്ങോട്ട് വന്ന് ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഒന്നുമില്ല, ഞങ്ങളുടെ ഷോപ്പിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് വന്ന് കണ്ടു. എന്നിട്ട് ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു, ബാക്കിലോട്ട് ചെറിയൊരു എക്സ്റ്റൻഷൻ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കുറ്റിയടി പരിപാടികളായിരുന്നു. അങ്ങനെയൊക്കെ അവിടെ നിന്ന് കുറ്റിയടിച്ചു. ഞാനവിടെ കുറ്റിയടിച്ച് വീഡിയോ പിടിച്ചിട്ട് നേരെ പോയിട്ട് നമ്മുടെ കുറച്ച് പോഷകസമൃദ്ധമായ വിഭവങ്ങളൊക്കെ പിച്ച് പറിക്കാനായിട്ട് കയറുവാണ്. അപ്പോൾ ആദ്യം തന്നെ പോകുന്നത് എൻ്റെ മുല്ലപ്പൂവിൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ മുല്ലപ്പൂവൊക്കെ പിച്ച് തലയിൽ വെച്ചിട്ട് നേരെ നല്ലൊരു പേര നിൽപ്പുണ്ട്. ഒരു പേരല്ല, ഒത്തിരി പേരയുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു വസ്തുവിനകത്ത്. അപ്പോൾ പേരയ്ക്ക പിച്ച് ആദ്യം തന്നെ അവിടെ നിന്ന് കഴിച്ച്, കാരണം കുറ്റിയൊക്കെ അടിച്ച് ക്ഷീണിച്ചിട്ട് വരുവാണ്. അത് കഴിഞ്ഞ് നമ്മുടെ പോഷക സമൃദ്ധമായിട്ടുള്ള എന്താ പറയുക, മുരിങ്ങയിലല്ലേ, ഇതൊക്കെ സത്യം പറഞ്ഞാൽ പണ്ട് നമ്മുടെ ഉമ്മച്ചിയും ഒക്കെ വെച്ച് ഇങ്ങനെ പാത്രത്തിൽ തരുമ്പം കഴിക്കാൻ നല്ല എളുപ്പമായിരുന്നു. ഞാൻ പിച്ച് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇതിനകത്തൊക്കെ ഭയങ്കര എക്സ്പേർട്ടാണെന്ന്. പക്ഷേ ഇപ്പം എന്തായാലും ഇതൊക്കെ സ്വന്തമായിട്ട് ചെയ്തല്ലേ പറ്റും. അങ്ങനെ 2 കമ്പൊടിച്ചു. ഇന്നത്തേക്ക് നാളത്തേക്കുമുള്ള നമ്മുടെ പച്ചക്കറി റെഡി ആയിട്ടുണ്ട്. തോരനും മുരിങ്ങയില കറിയൊക്കെ വയ്ക്കാം. മുരിങ്ങയില പോഷക സമൃദ്ധമാണല്ലോ. പിന്നെ കുറച്ച് വേറൊരു പേരയാണ് ഇത് കേട്ടോ. അപ്പോൾ അതിനകത്ത് കുറേ പേരൊക്കെ ഇങ്ങനെ കവറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് നോക്കി വിളഞ്ഞതൊക്കെ പിച്ച് പറിച്ച്, കവറിട്ടത് നമ്മൾ കഴിഞ്ഞ ദിവസം കുറേ പിച്ചയായിരുന്നു. അപ്പം ബാക്കിയുള്ളതിൽ ഇങ്ങനെ വിളഞ്ഞ് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ പിച്ച് പറിച്ച്, ഇത് ഞങ്ങളുടെ ഫുഡ് ഫിയസ്റ്റയാണ് കേട്ടോ. അപ്പം അവിടെ നിന്ന് നേരെ തോരൻ വെക്കണം. പിന്നെ നമ്മുടെ പേരയ്ക്ക കൊണ്ടുപോയിട്ട് നല്ല അരിഞ്ഞ് ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് കഴിക്കണം. അപ്പോൾ അതിനായിട്ട് നല്ല രീതിയിൽ ഇതുപോലെ പീസാക്കി എടുത്ത് കുറച്ച് ഉപ്പും മുളക് പൊടി ഇട്ടിട്ട് കഴിക്കുമ്പോഴല്ലോ നമ്മൾ ഇങ്ങനെ ടൂറിനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്ന് കിട്ടത്തില്ലേ, ആ ഒരു ഫീലാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ. ഇന്ന് രാവിലെ ഇക്കാടെ ഞാനും സ്കൂട്ടറിൻ്റെ പിറവിൽ കയറിയിരുന്ന് ഇങ്ങോട്ട് വന്ന് ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഒന്നുമില്ല, ഞങ്ങളുടെ ഷോപ്പിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് വന്ന് കണ്ടു. എന്നിട്ട് ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു, ബാക്കിലോട്ട് ചെറിയൊരു എക്സ്റ്റൻഷൻ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കുറ്റിയടി പരിപാടികളായിരുന്നു. അങ്ങനെയൊക്കെ അവിടെ നിന്ന് കുറ്റിയടിച്ചു. ഞാനവിടെ കുറ്റിയടിച്ച് വീഡിയോ പിടിച്ചിട്ട് നേരെ പോയിട്ട് നമ്മുടെ കുറച്ച് പോഷകസമൃദ്ധമായ വിഭവങ്ങളൊക്കെ പിച്ച് പറിക്കാനായിട്ട് കയറുവാണ്. അപ്പോൾ ആദ്യം തന്നെ പോകുന്നത് എൻ്റെ മുല്ലപ്പൂവിൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ മുല്ലപ്പൂവൊക്കെ പിച്ച് തലയിൽ വെച്ചിട്ട് നേരെ നല്ലൊരു പേര നിൽപ്പുണ്ട്. ഒരു പേരല്ല, ഒത്തിരി പേരയുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു വസ്തുവിനകത്ത്. അപ്പോൾ പേരയ്ക്ക പിച്ച് ആദ്യം തന്നെ അവിടെ നിന്ന് കഴിച്ച്, കാരണം കുറ്റിയൊക്കെ അടിച്ച് ക്ഷീണിച്ചിട്ട് വരുവാണ്. അത് കഴിഞ്ഞ് നമ്മുടെ പോഷക സമൃദ്ധമായിട്ടുള്ള എന്താ പറയുക, മുരിങ്ങയിലല്ലേ, ഇതൊക്കെ സത്യം പറഞ്ഞാൽ പണ്ട് നമ്മുടെ ഉമ്മച്ചിയും ഒക്കെ വെച്ച് ഇങ്ങനെ പാത്രത്തിൽ തരുമ്പം കഴിക്കാൻ നല്ല എളുപ്പമായിരുന്നു. ഞാൻ പിച്ച് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇതിനകത്തൊക്കെ ഭയങ്കര എക്സ്പേർട്ടാണെന്ന്. പക്ഷേ ഇപ്പം എന്തായാലും ഇതൊക്കെ സ്വന്തമായിട്ട് ചെയ്തല്ലേ പറ്റും. അങ്ങനെ